Praise the Lord. Hallelujah. 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 രക്തത്താഴ്ച മറിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. അപ്പ അങ്ങേക്ക് സ്തോത്രം. അപ്പ യേശുവിൻ്റെ രക്തത്താഴ്ച. Hallelujah. Praise to Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. 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 ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് മഹത്വമപ്പം, മഹത്വമപ്പം. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിൽക്കുവാൻ കർത്താവ് വീണ്ടും ഒരു നല്ല അവസരം ഒരുക്കി തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ വചനം ഘോഷിക്കുവാനായി ഒരു സന്ദർഭത്തിൽ ഒരുക്കി തന്ന പ്രിയ സാജുവൃതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് തന്നെ ഇപ്രകാരം ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭ്യമായി ദൈവത്തിന് നമുക്ക് കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവമക്കളെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കിടക്കണം. അതിനു മുൻപായി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു മലയാള ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോഴേക്കും വരുവാനുള്ളവരൊക്കെ വരട്ടെ. ദൈവമായി കർത്താവ് എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? അരുമനാഥന്റെ വരവ്, കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദിനങ്ങൾ അത് പ്രിയരെ മുൻപിലുണ്ട്. ആകയാൽ നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം ചിന്തിച്ചു നോക്കിയാൽ എത്രയോ പ്രഗത്ഭന്മാർ, എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും അനേകർ തീരാ രോഗികളായി ഹോസ്പിറ്റലും മറ്റുമൊക്കെയായി അഭയം പ്രാപിച്ചിരുന്ന സന്ദർഭമൊക്കെ ആയിരുന്നു. എത്രയോ പേർ അകാല മരണങ്ങൾക്കിരയായി. അപ്പോഴൊക്കെ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനങ്ങളിൽ നമ്മെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. അത് കർത്താവിൻ്റെ കൃപ മാത്രമാണ്. നമ്മുടെ ആരുടെ മിടുക്കോ കഴിവോ അന്തസ്സോ അഭിമാനമോ ഒന്നും പറയുവാനായിട്ട് നമുക്കില്ല പ്രിയരെ. കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേക്ക് നമുക്ക് ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിൻ എനിക്കേറ്റ നാമത്തിൽ அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் முன்பில் உண்டு. பிரியமானவர்களே, பரிசுத்தத்தோடு கூட தேவனுடைய சமூகத்தில் வருவோமா? கர்த்தர் உங்கள் அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். நமக்கு யாருக்கும் தெரிந்த ஒரு பழைய ஒரு மலையாள பாடல் ஒன்றை நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை பாடி மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതി. തന്നോ നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. തന്നോ നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ. നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗാ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗാ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിൽ ആക്കിയല്ലോ നീ.
ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷം മാർഗത്തിൽ ആക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എന്നോട് ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ ഈ പാട്ടിന്റെ അടികൾ പാടി ഒരുപോലെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എന്ന് മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ, എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. വന്നോ വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ, വന്നോ വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ. ഇങ്ങുള്ള കഷ്ടം മാറണങ്ങോ ഞാൻ ഗാനം പാടും, ഇങ്ങുള്ള കഷ്ടം മാറണങ്ങോ ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്കേവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, സംഭവബഹുലമായൊരു ലോകത്തിൽ ഞങ്ങളായിരുന്നു അപ്പാ. ഞങ്ങൾക്ക് രോഗങ്ങൾ വരാമായിരുന്നു, മരണം സംഭവിക്കാമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം അപ്പൻ്റെ കരുണ, അപ്പൻ്റെ കൃപ, അപ്പൻ്റെ വലിയ ദയവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നും ജീവനോടെ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ വചനത്തെ ഘോഷിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചല്ലോ, അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, ഇവിടെ ഘോഷിക്കപ്പെടുന്ന വചനം എല്ലാവർക്കും അനുഗ്രഹവും നന്മയുമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ഇന്ന് വചനത്തിന് മുൻപിൽ താണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി കർത്താവെ നിറയ്ക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിട്ടാട്ടെ. കൃപയാൽ അപ്പച്ച നിറയ്ക്കണമേ കർത്താവേ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമിച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അരുമനാഥന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല ഒരു അവസരം, ഒരു സന്ദർഭത്തെ ദൈവം നമുക്ക് ഒരുക്കി തന്നു. നമ്മുടെ കർത്താവിന് വീണ്ടും നമുക്ക് സ്തുതിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കണമേ എന്ന ദൈവനാമത്തിൽ പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു അല്പനിമിഷമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാനിരിക്കുന്ന വിഷയം കഷ്ടത നമ്മെ നശിപ്പിക്കുവാനല്ല, പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത നമ്മെ നശിപ്പിക്കുവാൻ അല്ല,
പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നാം പതറിയടിച്ചു പോകാറുണ്ട്. ചില പ്രശ്നങ്ങളുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ പലരും പതറിപ്പോകാറുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം വചനം നമ്മളോട് പറയുന്നത് കഷ്ടത നമ്മെ നശിപ്പിക്കുവാനല്ല, മറിച്ച് അത് നമ്മെ പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ സ്തുതിച്ച് തുടങ്ങണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ വചനത്തിന്റെ ധ്യാനത്തിന് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആ യുവതി അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വിധത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ പ്രിയരെ, ഇവിടെ പറയുന്നത് ആ യുവതിയെ അവന് ബോധിച്ചു, അവളോട് പ്രീതി തോന്നി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ചില നേരം ദൈവം നമ്മോട് ഇടപെടുന്നത് ചില വ്യക്തികളിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികളിലുള്ള, അതായത് ചില വ്യക്തികൾ നമ്മോട് ഇടപെടുന്ന ചില പ്രീതി മുഖാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തികൾക്ക് നമ്മോട് തോന്നിയ പ്രീതി അത് ദൈവിക പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില നേരങ്ങളിൽ നമുക്ക് ചില സാഹചര്യങ്ങൾ വരും. എന്താണെന്ന് അറിയാമോ? ചില ഫൈനാൻഷ്യൽ സപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നാം അറിയാത്ത നിലകളിലൂടെ ദൈവം നമ്മെ വഴി നടത്തുന്നത്. അപ്പോൾ നാം എന്ത് ചിന്തിക്കും? നാം ഇങ്ങനെ പറയൂ, എന്റെ കർത്താവ് എനിക്ക് അത് തന്നു. പ്രൈസ് ദി ലോർഡ്. നാം അറിയ പോലുമില്ല ചില നേരങ്ങളിൽ ദൈവം ചില വ്യക്തികളെ നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുന്നതിന് വേണ്ടി, പ്രിയ ദൈവ പൈതലെ, കർത്താവ് അവിടെ എവിടെയായി കർത്താവ് നമുക്ക് വേണ്ടി നിയമിച്ചു വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അത് ദൈവിക പദ്ധതിയാണോ എന്നത് നാം ചിന്തിക്കാറില്ല എന്നതാണ് അതിന്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണമേ എന്ന് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രീതി തോന്നിയ മറ്റൊരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? രക്ഷപ്പെട്ട ശേഷം മെലിന്ദ എന്ന ഞങ്ങൾ ഗ്രഹിച്ച് അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അലക്സാന്ദ്രിയ കപ്പലിൽ യുദ്ധസമാനമായിരിക്കുന്ന പ്രക്ഷുബ്ധമായ കടൽ അന്തരീക്ഷത്തിൽ വിശുദ്ധ പൗലോസ് ഒറ്റപ്പെട്ടു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 250-ൽ പരം അധികമായ യാത്രക്കാർ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം അവർ എവിടെ എത്തിയെന്നറിയാമോ? മാൾട്ട ദ്വീപിലെത്തി. പ്രൈസ് ദി ലോർഡ്. അവർ തുറമുഖത്തേക്ക് അടുപ്പിക്കുവാൻ ശ്രമിച്ചു. സാധിക്കായികയാൽ പ്രിയരെ, അവർ കപ്പൽ ഉപേക്ഷിച്ച് ഹല്ലേലൂയ നീന്തി അവർ മാൾട്ട ദ്വീപിലെത്തി എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയരെ, ഈ സമയം ചില ബർബരന്മാർ പൗലോസിനോടും കൂട്ടരോടും ദയ തോന്നി എന്ന വചനം വ്യക്തമാക്കുന്നു. അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൽ അതായത് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് കഷ്ടതയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടുതലായി അടുത്ത് വരുന്നവർക്ക്, കൂടുതലായി പ്രാർത്ഥന കഴിക്കുന്നവർക്ക്, കൂടുതലായി ഉപവാസം എടുക്കുന്നവർക്ക്, കൂടുതലായി വചനം വായിക്കുന്നവർക്ക് മാത്രമാണ് ആ കഷ്ടതകളും ശോധനകളും പരീക്ഷകളും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ ആ പിശാചിന് ആവശ്യമില്ലല്ലോ.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരൊക്കെ പറയൂ, എനിക്ക് ഒരിക്കലും എന്റെ കഷ്ടത തീരത്തില്ല. ഇന്ന് കഴിഞ്ഞ പകൽക്കാലം എന്റെ ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആന്റിയുടെ മെസ്സേജിന് കയറും, പക്ഷേ അനുഗ്രഹമൊന്നും എനിക്ക് കിട്ടത്തില്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന്. നോക്കണം ദൈവമക്കളെ, ആ അദ്ദേഹത്തിന് എന്ത് കഷ്ടമാണെന്നുള്ളത് എനിക്കറിയില്ല, അത് എന്നോട് അദ്ദേഹം പറഞ്ഞുമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ജീവിതത്തിൽ ജീവിച്ച് മുരടിച്ചു പോയ പലരെയും കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ ചെറിയ പ്രാർത്ഥനകൾ പോലും കർത്താവ് അതെ അവഗണിക്കുന്ന ദൈവമല്ല, മറിച്ച് നിന്റെ ചെറിയ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം അതെ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന കർത്താവാണ്. തക്ക സമയത്ത് നിനക്ക് മറുപടി തരുവാൻ അവൻ മതിയായവനാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കഷ്ടത എന്ന് പറയുന്നത് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത വരുമ്പോഴാ കൂടുതലായി ദൈവത്തോട് അടുക്കുന്നത്, കൂടുതലായി വേദപുസ്തകം വായിക്കുന്നത്, കൂടുതലായി ഉപവാസം എടുക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, അത് നമ്മളെ നശിപ്പിക്കുവാനല്ല, മറിച്ച് ദൈവമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് ഇന്ന് ഈ രാത്രിയുടെ വേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ നാം അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കഷ്ടത എന്നെ നശിപ്പിക്കുവാനല്ല. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇരിക്കുന്ന ഇടത്തൊന്ന് പറയുവാൻ കഴിയും, എന്റെ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഹല്ലേലൂയ, എന്റെ കടബാധ്യത, എന്റെ ഈ സാമ്പത്തിക പ്രയാസം, പ്രതിസന്ധി, ഇതെന്നെ നശിപ്പിക്കുവാനല്ല, മറിച്ച് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നേ, എന്റെ കർത്താവിനോട് എന്നെ അടുപ്പിക്കുവാനാ എനിക്ക് ഈ കഷ്ടത വന്നത്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഓൺലൈൻ മാധ്യമത്തിൽ അനേകരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആമേൻ പറഞ്ഞുകൂടെ? സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, അതരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നു? ചിലരൊക്കെ ഒളിച്ചും പാത്തു നോക്കിയാ ദൈവത്തെ സ്തുതിക്കുന്നത്. ആരും കേൾക്കരുത്, ആമേൻ പറഞ്ഞാൽ ആരും അറിയരുത്, ഹല്ലേലൂയ പറഞ്ഞാൽ ആരും അറിയരുത്, ദൈവത്തെ സ്തുതിച്ചാൽ ആരും അറിയരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയുവാനുള്ളത്, കുഞ്ഞേ, ആധാരം തുറന്ന് നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. നിന്റെ കഷ്ടങ്ങൾ മാറുന്നേ, പ്രയാസങ്ങൾ മാറും, പ്രതികൂലങ്ങൾ മാറും, നിന്ദകൾ മാറും. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ അത് സ്വീകരിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ആകയാൽ കഷ്ടത നമ്മളെ നശിപ്പിക്കുവാനല്ല, പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, അസാധാരണമായ ചില സന്ദർഭങ്ങൾ, നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുവന്നേ. ഹല്ലേലൂയ. ചില നേരങ്ങളിൽ നാം ചിന്തിക്കാറുണ്ട്, നമുക്കാരുമില്ല, നമുക്കാരും ആശ്രയിക്കാനില്ല, നമുക്കാരും ആരുടെയും സപ്പോർട്ടില്ല എന്ന് നാം ചിന്തിച്ചു തുടങ്ങും. പക്ഷേ ഹല്ലേലൂയ, കുഞ്ഞേ, കർത്താവിന്റെ അസാധാരണമായ ഒരു സാന്നിധ്യത്തിന് മറവില ഇന്ന് നീ ഞാനും ആയിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. ജീവിതത്തിലെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അസാധാരണമായ ദയയുടെ കരത്തെ നീട്ടുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ, ചിലരെ നിനക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കായി ചില വെർബരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ, നമുക്കറിയാം, ദാനിയേൽ, ആമേൻ, ഹല്ലേലൂയ, 3 നേരവും യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ദാനിയേലിന്റെ ജീവിതത്തിൽ വന്നതുപോലുള്ള പ്രതികൂലമാണോ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ട ദാനിയേൽ, ദൈവഭക്തനായ ദാനിയേലിന്റെ ജീവിതത്തിൽ വന്ന എത്ര വലിയൊരു പ്രതികൂലമാ, എത്ര വലിയൊരു കഷ്ടതയാ. ഹല്ലേലൂയ. ഒരു സിംഹത്തിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ സിംഹം വിട്ടുവെക്കുമോ? ദൈവ പൈതലെ, ആ മനുഷ്യനെ, ആ ദൈവദാസനെ, ആ ഭക്തനെ വലിച്ചെറിയുമ്പോൾ ഹല്ലേലൂയ, മുൻപ് വായി തുറന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എത്രയോ സിംഹങ്ങൾ ആ ഗുഹയിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നാൽ ഹല്ലേലൂയ, ദൈവ പൈതലെ, ഹല്ലേലൂയ, ആ ദൈവഭക്തനെ ഒന്ന് തൊടുവാൻ പോലും ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് ഈ രാത്രികാലം പറയുവാനുള്ളത്,
കുഞ്ഞെ, നീ അനാഥയല്ല. നിന്നെ അനേകർ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു, പക്ഷേ നീ അനാഥയല്ല. സിംഹങ്ങളുടെ ഗുഹയിലും ദൈവഭക്തനെ പോറ്റി പുലർത്തിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ വേദന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി ആമേൻ പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുവാനായി സാധിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രതിസന്ധി ആയിരുന്നാലും എന്റെ അപ്പൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് വിടുതല, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ നിന്ദകൾ മാറും, നിന്റെ രോഗങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് അടുത്ത സ്പോട്ടിൽ അതിന് മറുപടി കിട്ടാതെ വരുമ്പോൾ എന്റെ പ്രിയരെ, എന്നിട്ട് കർത്താവിനെ അങ്ങ് പഴിക്കാൻ തുടങ്ങും, ദൈവത്തോട് മുറുമുറുക്കാൻ തുടങ്ങും, പിറുപിറുക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി ഇല്ലാത്തത്, എനിക്ക് മാത്രം മറുപടി ഇല്ലാതെ പോകുന്നത്? എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും, എന്റെ കൂടെയുള്ളവരൊക്കെ അങ്ങ് ദൈവം അങ്ങ് വളർത്തുകയാ, പക്ഷേ എനിക്ക് മാത്രം, എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടിയില്ല. സോർന്ന് പോകരുതേ, തകർന്നു പോകരുതേ, തളർന്നു പോകരുതേ കുഞ്ഞെ. അധൈര്യത്തിന്റെ വാക്കുകൾ നിന്റെ നാവിൽ ഉച്ചരിക്കാൻ പാടില്ല. എന്റെ അപ്പൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരേ, 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. നോക്കണം ദൈവമക്കളെ, ഒരു ഭക്തന്റെ തീരുമാനം എത്ര വലുതാണ്. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ ഒരു തീരുമാനമുള്ള വ്യക്തിയായിരുന്നു ദൈവമക്കളെ. അത് മാത്രമല്ല വേർപാടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. തന്നെത്താൻ അശുദ്ധനാകുകയില്ല എന്ന ദാനിയേൽ ഉറച്ച തീരുമാനം എടുത്തിരുന്നു. ആകിയാൽ ദൈവം എന്ത് ചെയ്തറിയാമോ? ഷണ്ഡാധിപന്റെ മുൻപാകെ ദാനിയേലിന് ദയയും കരുണയും പ്രൈസ് ദി ലോർഡ് കൊടുത്തു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ തീരുമാനം, നിന്റെ വേർപാട് അത് ശക്തമാണതെങ്കിൽ ദാനിയേലിന് കരുണ കാണിച്ച ദൈവം നിനക്കും കരുണ കാണിപ്പാൻ, നിന്നോട് ദയവ് കാണിപ്പാൻ കുഞ്ഞേ കർത്താവിന് മനസ്സുണ്ട്. ഇന്ന് രാത്രികാലം വചനത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിച്ച് തുടങ്ങ്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. ദാനിയേലിനോട് ദയ കാണിച്ച ദൈവമേ, എന്നോട് കർത്താവ് ദയവ് കാണിക്കണമേ. എന്നോട് മനസ്സലിയണമേ. എന്റെ പ്രശ്നങ്ങളിൽ ഒരു വിടുതൽ തരണമേ. എന്റെ കർത്താവിന്റെ ദയവില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് അപ്പന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയുവാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു പക്ഷേ ജോലി ചെയ്യുന്ന ഇടത്തില് പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ കുടുംബ ജീവിതത്തില് പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. സഭകളിൽ പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ അധൈര്യപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന് ദയവ് കാണിച്ച ദൈവം, ദാനിയേലിന് കരുണ കാണിച്ച ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് കരുണ കാണിപ്പാൻ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. മറ്റൊരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമുക്കറിയാം ഹല്ലേലൂയ, രൂത്തിന്റെ വാക്കുകളാണല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ രൂത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാ പ്രിയ ദൈവ പൈതലേ. എന്നാൽ രൂത്ത് ബോവസിനോട് പറഞ്ഞതാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദയവായി, അതായത് അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, എന്നാൽ നമുക്കറിയാം മോവാബിയ സ്ത്രീകളാണ് രൂത്തും ഓർഫയും. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട
ഇവർ. ഹല്ലേലൂയ. എന്നാൽ ഇവരുടെ അമ്മാവിയമ്മ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മടങ്ങിപ്പോരുവീൻ, മടങ്ങിപ്പോകുവീൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മുൻപോട്ട് പോകാൻ പറയുമ്പോൾ ഇതാ ഇവിടെ ഒരു അമ്മാവിയമ്മ മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മടങ്ങിപ്പോകുവീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പെട്ടെന്ന് തന്നെ മരുമകളായിരിക്കുന്ന ഓർഫ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കടന്നു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രൂത്തോ അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്നു എന്ന് വചനം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രൂത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. പ്രൈസ് ദി ലോർഡ്. നീ പോകുന്ന ഇടത്ത് ഞാനും പോരും, നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്ന ഇടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, പ്രൈസ് ദി ലോർഡ്, സഹോദരിമാരെ, നിങ്ങളുടെ അമ്മാവിയമ്മയെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അനേക സഹോദരിമാർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭർത്താവിന്റെ അമ്മ നമ്മുടെ അമ്മയല്ലേ? അവരെ നിങ്ങൾ ആദരവോടുകൂടി മാനിക്കുന്നവരാണോ? നിങ്ങൾ അവരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്ക് നല്ല ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, ഇന്നും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ കേരളത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മച്ചി എന്നെ എങ്ങനെയാണ് കാണുന്നറിയാവൂ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ പോലും അമ്മച്ചി പിന്നീടാണ് ശ്രദ്ധിക്കാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കൈ തന്നിട്ട് എൻ്റെ രണ്ട് കവളിലും ഓരോ ഉമ്മ തന്നിട്ട് എന്നെ പിടിച്ച് എൻ്റെ അമ്മച്ചി എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെയാ ഈ 28 വർഷമായി എനിക്ക് കല്യാണമായിട്ട്. 28 വർഷവും ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, മറ്റുള്ളവർക്കെയും അസൂയപ്പെടുന്ന അളവിൽ എൻ്റെ അമ്മച്ചി എന്നോട് പെരുമാറാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഞാൻ പോയില്ല. എൻ്റെ ഹസ്ബൻഡ് മാത്രം നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് മടങ്ങുമ്പോൾ ഈ റോഡിലേക്ക് വരാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ എൻ്റെ അമ്മച്ചി ഒരു പേപ്പർ കൊടുത്തു, ഒരു വലിയൊരു പേപ്പർ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് മോൾക്കുള്ളതാ, മോൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതൊന്നും നോക്കിയില്ല, എന്താണെന്നൊന്നും നോക്കാൻ പോയില്ല. ഇവിടെ വന്ന് ഈ റോഡിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആ പേപ്പർ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇത് അമ്മച്ചി തന്നു വിട്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആ പേപ്പർ നിവർത്ത് നോക്കിയപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ പേപ്പറിനകത്ത് നിറയെ വേദവാക്യങ്ങളാണ്, നിറയെ റെഫറൻസുകൾ. എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ നേരം എപ്പോഴാണ് എല്ലാവരും ഉറങ്ങുമെന്ന് നോക്കിയിരിക്കും, നേരം വെളുക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഒരു ദിവസം പോലും എൻ്റെ അമ്മച്ചി ഉറങ്ങി ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഉറങ്ങാൻ നോക്കിയിരിക്കും, എന്തിനാ? പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ന് പകൽ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഈ വിഷയം പറയുകയുണ്ടായി. 2-3 സൂട്ട് കേസ് നിറയെ എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ച വിഷയങ്ങൾ, പ്രാർത്ഥിച്ച് ദൈവം സംസാരിച്ച അനേക വിഷയങ്ങൾ വലിയ വലിയ ബുക്ക് നിറച്ച് എഴുതി വെച്ചിരിക്കുക. ഇത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ പറയും, എനിക്കുള്ള ഈ റോഡിലെ മമ്മിക്കുള്ളതാന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബുക്കുകളൊക്കെ ആരും വായിച്ച് തീർക്കാനാ അതെനിക്കേ പറ്റുകയുള്ളൂ. സത്യത്തിൽ അതെനിക്കേ പറ്റുകയുള്ളൂ. എന്നാൽ ദൈവമക്കളെ, കർത്താവിനോട് സംസാരിക്കുന്ന രാത്രിയുടെ ദിനങ്ങളാ, ആ ദർശനങ്ങളും വെളിപ്പാടുകളും കണ്ടിട്ട് അമ്മച്ചി അതിൽ എഴുതി വെക്കാറുണ്ട്. ദൈവമക്കളെ, ആ ലോങ് സൈസ് നോട്ട് എത്ര നോട്ട് തീർത്തിട്ടുണ്ടെന്ന് എനിക്ക് അത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മച്ചിക്ക് ദീർഘായുസ്സ് ദൈവം പിന്നെ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, അങ്ങനെ ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മച്ചി. അങ്ങനെയാ, അത്രമാത്രം ദൈവമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു മാതാവാണ്. എനിക്ക് അതെപ്പോഴും പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവമക്കളെ, ഇന്ന് ഈ ഓൺലൈനിലുള്ള സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് അമ്മാവി അമ്മയെ മാനിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരുടെ ആവശ്യങ്ങളെ മാനിക്കുവാൻ സാധിക്കുന്നു എന്നത് ഞാൻ ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രികാലം തന്നെ ഒരു നല്ല തീരുമാനമെടുക്കണം. രൂത്തിനെ പോലെ ഞാനും ഒരു നല്ല മരുമകളായി, അല്ലെങ്കിൽ അമ്മാവിയമ്മയെ സ്നേഹിക്കുന്ന ഒരു മകളായി അല്ലെങ്കിൽ ഒരു മരുമകളായി തീരണമെന്ന ഒരു നല്ല തീരുമാനം എടുക്കണം. പ്രിയ ദൈവങ്ങളെ, നമുക്ക് വളരെ പെട്ടെന്ന് കടന്നു വരാം. രൂത്ത് അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധാരണമായ ഒരു ദയവും കരുണയും അതുകൊണ്ട് രൂത്തിന് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവങ്ങളെ, രൂത്തിനെ പോലെ ഹല്ലേലൂയ കഷ്ടതയുടെ പടവുകളിൽ മാറിപ്പോകാതെ കൃപ
കൃപയോടുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അസാധാരണമായ ചിലത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് രൂത്തിനെ പോലെ വിശ്വാസത്തോടുകൂടെ ഇത് പറയുവാൻ കഴിയും? എൻ്റെ ജീവിതത്തിലും ദൈവം അസാധാരണമായ ചിലത് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടുകൂടെ ദൈവജനം ഇത് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവമക്കളെ, മറ്റൊരു വേദഭാഗത്തേക്ക് കടന്നു പോകാം. നമ്മുടെ സമയം നമ്മുടെ മുൻപിലല്ല. പ്രിയരെ, നമുക്കറിയാം മോശയുടെ ചരിത്രം നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാം. മോശ ഫറവോന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തിയില്ലാതെ വന്നപ്പോൾ മോശ മിസ്രൈമിൽ നിന്നും ഒരൊറ്റ ഓട്ടം ഓടി ദൈവമക്കളെ ഹല്ലേലൂയ മിദ്യാനിലെത്തി. എന്നാൽ മോശ വെള്ളം കോരുവാൻ വന്ന ചില പെൺകുട്ടികൾക്ക് വെള്ളം കോരുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വെള്ളം വളരെ പെട്ടെന്ന് കോരിയെടുക്കുവാനായിട്ട് മോശെ അവർക്ക് സഹായിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, ആ പെൺമക്കളോട് അവരുടെ പിതാവ് ആ പെൺമക്കളോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര വേഗത്തിൽ വന്നത് എങ്ങനെ നിങ്ങൾ വെള്ളം കോരിയെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ മനുഷ്യൻ ഞങ്ങളോട് ദയവ് കാണിച്ചു, ആ മനുഷ്യൻ ഞങ്ങളോട് ദയവ് കാണിച്ചു. അപ്പോൾ അവരുടെ പിതാവായിരിക്കുന്ന യിത്രോ ചോദിച്ചു, നിങ്ങൾ ആ മനുഷ്യൻ ഇപ്പോൾ എവിടെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ മനുഷ്യനെ വിട്ടേച്ച് പോയത് എന്ത് എന്നാണ് ചോദിച്ചത്. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ. യിത്രോ പറയുകയാ, നമുക്ക് അവന് ഭക്ഷണം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒരു ഭാഗത്ത് ഉപദ്രവിക്കപ്പെട്ട് തകർക്കപ്പെട്ട് പീഡിതനായി ഓടിപ്പോകുമ്പോൾ മറുഭാഗത്ത് കരുണയുടെ കരം നീട്ടുവാൻ ദൈവം ചിലരെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് രാത്രിയുടെ വേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ആരും നിനക്ക് ആശ്രയമില്ല എന്ന്, നിന്നെ സഹായിക്കുവാൻ ഒരുവരുമില്ല എന്ന് നീ ഓർത്ത് ഭാരപ്പെടുകയാണോ? കർത്താവ് ചിലരെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു രാത്രിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. മിദ്യാനിൽ മോശയ്ക്ക് ആമേൻ ദൈവം കരുണയുടെ കരം നീട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരാം. പ്രിയരെ, ഇവിടെ എസ്തേറിന്റെ ചരിത്രമാണല്ലോ നാം വായിച്ചത്. എസ്തേർ വീണ്ടെടുപ്പുകാരി, തിരഞ്ഞെടുക്കപ്പെട്ടവൾ. പ്രൈസ് ദി ലോർഡ്. എസ്തേർ വീണ്ടെടുപ്പുകാരി, തിരഞ്ഞെടുക്കപ്പെട്ടവർ. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ അമ്മയും അപ്പനും മരിച്ച ശേഷം തന്റെ ചിറ്റപ്പനായിരിക്കുന്ന മൊർദെഖായി ആമേൻ സ്വന്തം മകളായി ഇവളെ വളർത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം എസ്തേർ സുന്ദരിയാണ്. ആമേൻ, സുന്ദരിയും സുമുഖിയുമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാതാപിതാക്കന്മാരുടെ ശ്രേഷ്ഠതയൊന്നും എസ്തേറിന് പറയുവാനായിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളുടെ ചരിത്രങ്ങൾ ഒന്നും തന്നെ എസ്തേറിന് പറയുവാനായിട്ടില്ല. എന്നാൽ പ്രിയരെ, ദൈവം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കരുണ കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റാരുടെയും കഴിവുകൾ കൊണ്ടോ സ്വത്തുകൾ കണ്ടിട്ടോ ഒന്നുമല്ല. പ്രിയ ദൈവ പൈതലേ, എസ്തേർ വളർന്നു വരുവാൻ ആമേൻ ആഗ്രഹിക്കുന്ന കാലത്ത് എന്ത് സംഭവിച്ചുവെന്നറിയാമോ? ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചു കൊണ്ടുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല, യഹൂദ രാജാവായ യൊഹന്യാവോട് കൂടെ പോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ മൊർദെഖായി യെരുശലേമിലും പിടിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ചില നാളുകൾക്ക്, പ്രിയ ദൈവമൈതലേ, ചില നാളുകൾക്ക് ശേഷം എന്താ സംഭവിച്ചതറിയാമോ? ആ പട്ടണം ആക്രമിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം മൊർദെഖായി എസ്തേറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകളെ എസ്തേർ, ഹല്ലേലൂയ, അഹശ്വേരോശിന്റെ ആദ്യ ഭാര്യ കൊല്ലപ്പെട്ടത് നിനക്കറിയാമോ? ആമേൻ. എന്നാൽ രണ്ടാമതും അഹശ്വേരോശ് വിവാഹിതനാകാൻ പോകുന്നു. അതിനു വേണ്ടുന്ന, അതായത് തക്കതായ ഒരു റാണിയെ, ഒരു രാജകുമാരിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ എസ്തേർ, നീ പോകണം, നീ അവന്റെ ഭാര്യയാകണമെന്ന ഈ ചിറ്റപ്പൻ അവളോട് പറഞ്ഞു കൊടുക്കുക. സത്യത്തിൽ അഹശ്വേരോശിന്റെ ആദ്യ ഭാര്യയെ കൊന്നുകളഞ്ഞത്, അല്ലെങ്കിൽ നമുക്കറിയാം, വസ്തി എന്നാണ് അവളുടെ പേര്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആദ്യ ഭാര്യയെ കൊന്നുകളഞ്ഞവന്റെ കൂടെ എങ്ങനെ പിന്നെ ജീവിക്കുവാനായിട്ട് കഴിയും? എന്നാൽ ഇവിടെ മൊർദെഖായി എസ്തേറിനെ നിർബന്ധിക്കുകയാണ്. എന്നാൽ എസ്തേർ ഒരു ചാലഞ്ച്
ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ, ചില കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചില പെൺമക്കൾ പറയാറുണ്ട്, അപ്പനെന്നെ അങ്ങോട്ട് കെട്ടിച്ചയച്ചതാ എന്നൊക്കെ പറഞ്ഞ് അപ്പനെ നോക്കി കുറ്റപ്പെടുത്താറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ അപ്പൻ ഇവൾക്ക് അതൊന്നും പറയുവാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, എന്താണ് അഹസ്വേരോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പ്രഭുക്കന്മാരും ദേശാധിപതിമാരും ബഹുത്തുക്കളും എല്ലാവരും കുടിച്ച് കൂത്താടി നിൽക്കുമ്പോൾ തന്റെ ഭാര്യയോട് ഈ അഹസ്വേരോസ് വന്ന് പറയുക, എന്താ പറഞ്ഞറിയോ? നീ വന്ന് നൃത്തം ചെയ്യ്. നോക്കണം, ഇതാണ് അവളെ കൊല ചെയ്യുവാനുള്ള കാരണം. ഭാര്യയോട് പറയുക, ഈ ആൾക്കാരെല്ലാം വന്നിരിക്കുമ്പോൾ അവരുടെ മുൻപിൽ നീ വന്ന് നൃത്തം ചെയ്യും. എത്രയോ കുടുംബങ്ങളിൽ ഈ കണ്ടുവരുന്ന ഒരു കാര്യമായി ഇത്. എന്താണെന്നറിയാമോ? ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന മാന്യത കൊടുക്കാതെ അല്ലെങ്കിൽ ചില സഹോദരന്മാരെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഭാര്യയെ മാനിക്കാറില്ല. ഭാര്യയോ എൻ്റെ ഒപ്പമോ, അവൾക്ക് എന്ത് മാന്യതയുള്ളത്? ചിലരൊക്കെ ഭാര്യമാരെ അടിമകളായി കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇവിടെയും അഹസ്വേരോസ് ചെയ്തത് എന്താണ്? അവളോട് പറയുകയാ, ആ കൂട്ടത്തിനിടയിൽ വന്നിട്ട് നൃത്തം ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ ദൈവമക്കളെ, തന്റെ ഭാര്യ വസ്തി എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ ദൈവമക്കളെ. എന്നത് മാത്രമല്ല, അവൻ ആ കൂടി വന്നവരോട് ചോദിക്കുക, എന്റെ ഭാര്യ വസ്തിയെ നമുക്കിപ്പോ എന്ത് ചെയ്യാമെന്ന് നോക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ത്യ തുടങ്ങി എത്യോപ്യ വരെ ഭരിക്കുന്നവനാണ്. കാര്യമൊക്കെ ശരിയാ, പക്ഷേ സ്വന്തം വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടി നിന്നവരോട് ചോദിക്കുക, എന്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറയുന്നു, നിന്റെ ഭാര്യയെ കൊല്ലുകയോ തല്ലുകയോ അടിക്കുകയോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പല കുടുംബങ്ങളും തകരുന്നത് ഇങ്ങനെയൊക്കെയാ ദൈവമക്കളെ. മറ്റുള്ളവരുടെ ആലോചനകൾ കേട്ടിട്ട് സ്വന്തം ഭാര്യയെ ഹല്ലേലൂയ മർദ്ദിക്കുന്നവർ എത്രയോ പേരുണ്ട്. നമുക്കറിയാൻ കഴിയുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഭവനത്തിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വാക്ക് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ മർദ്ദിക്കുക, ഉപദ്രവിക്കുന്നവരെ എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ. എന്നിട്ട് എന്ത് ചെയ്യും? അവളെ വീട് വിട്ട് ഇറക്കി വിടുന്ന ചില സഹോദരന്മാരെ കാണുവാൻ കഴിയുന്നു. അവളെ വീട് വിട്ട് ഇറക്കി വിടും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ചില ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇവരുടെ ബുദ്ധി മാറും, ഇവരുടെ മനസ്സ് മാറും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥനക്കാരെ അന്വേഷിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, എന്റെ ഭാര്യ വീട് വിട്ട് ഇറങ്ങിപ്പോയി, അവള് മടങ്ങി വരാൻ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പറയത്തില്ല, നല്ലവനെ പോലെ നടക്കും. പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ ചിന്നാഭിന്നമാകുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ശരിയായ വിധത്തിൽ ശരിയായ നേരത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോ നിന്റെ കുടുംബജീവിതം തെരുവില, മറ്റുള്ളവരുടെ കയ്യിലാ പോകുന്നത്. കുഞ്ഞേ, ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ, കർത്താവേ തമ്പുരാനെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുടുംബജീവിതം ധന്യമാകുവാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. സ്നേഹിത, ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമുള്ളൂ. അത് സ്നേഹത്തോടെ ജീവിച്ചു തീർക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്നേഹത്തോടെ ജീവിക്കാനാ. കുഞ്ഞെ, ദൈവത്തോട് ആലോചന ചോദിക്കാം. ഏത് കാര്യം ചെയ്താലും ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബജീവിതം ധന്യമായി തീരും. നിന്റെ മക്കൾ ദൈവഭാഗത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പോക്കില് വരത്തില്ല. നീ കടന്നു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ദൈവത്തിലൊന്ന് വരമേൽപ്പിച്ചുകൊണ്ട് തന്നെ നടന്നു നീങ്ങ. ദൈവം നിനക്ക് എല്ലാം നന്മയായി ചെയ്യും. നീ വിചാരിക്കുന്നതിനേക്കാൾ, നിന്റെ ചിന്തയേക്കാൾ അത്ഭുതകരമായ ഒരു തീരുമാനത്തിന്റെ പേരില കർത്താവ് നിന്നെ വെച്ചിരിക്കുന്നത്. നിന്നെ ഉയർത്തി മാനിക്കാൻ അവൻ സർവശക്തനാ. ഒരു പക്ഷേ മാതാപിതാക്കളുടെയോ അയൽവാസികളുടെയോ നാത്തൂന്മാരുടെയോ അവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് നിന്റെ കൂടെ ജീവിക്കാൻ വന്ന നിന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത്, മർദ്ദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ജീവിത പങ്കാളിയെ മൃഗീയമായി ഉപദ്രവിക്കുന്നവരോട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് എല്ലാ ഡോസും ആ സഹോദരന്മാർക്ക് മാത്രം ലഭിച്ചാൽ എങ്ങനെയാ ഒക്കുന്നത്? സഹോദരിമാരോട് പറയുവാനുള്ള
പറയാനുള്ളത്, സഹോദരി, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് വന്ന കൂടെ നിന്നെ പോറ്റി പുലർത്തുന്ന നിന്റെ ഭർത്താവിനെ നീ സംശയിക്കരുത്. പലപ്പോഴും നിന്റെ അനാവശ്യമായ സംശയമാ കുടുംബ ജീവിതം തകർന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പോറ്റി പുലർത്തുന്ന, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന നിന്റെ ഭർത്താവ് അത് മരണം വരെയും നിന്നെ പോറ്റി പുലർത്തേണ്ടുന്നവനാ. വിശ്വസിക്ക്. ഹല്ലേലൂയ. നീ പലപ്പോഴും ആവശ്യമില്ലാത്ത സംശയത്തിന്റെ പേരിൽ പലപ്പോഴും ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് തന്നെ അത് മതിയാക്കണം. ഇന്ന് തന്നെ നിർത്തി തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഭർത്താവിനോട് കോപിക്കരുത് കേട്ടോ. സ്നേഹത്തോട് ഇടപെട്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമാണ്. ദൈവം സ്നേഹമല്ലേ? ആ സ്നേഹത്തോട് ഒരു വാക്ക് പറയുമ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ വരുന്ന വ്യക്തി അങ്ങനെ മടങ്ങിപ്പോകും. സ്നേഹത്തിന്റെ പേരിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ അഹസ്വേരോസ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം ഭാര്യ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. എസ്തേറിന് രാജസ്ഥാനത്ത് വരുവാൻ ഒരർഹതയും ഇല്ല ദൈവമക്കളെ. എന്നാൽ എന്താണ് എസ്തേറിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകനായ ശിമയുടെ പിൻതലമുറക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. പിൻതലമുറക്കാരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യഹൂദന്റെ ഇടയിൽ രാജസ്ഥാനം തള്ളിക്കളഞ്ഞ ഗോത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. എങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് എസ്തേർ മുമ്പോട്ട് കടന്നുപോയി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ചെറിയ പ്രശ്നമാകട്ടെ, നിന്റെ വലിയ പ്രശ്നമാകട്ടെ, നീ പ്രാർത്ഥനയോടെ ആ വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് നിരത്തി വെക്ക്. നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും എസ്തേർ യഹൂദന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ സ്വന്തം ജനത്തോട് പറഞ്ഞു, എല്ലാവരും ഉപവാസം നിയമിപ്പീൻ. ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഉപവാസം നിയമിപ്പീൻ. എത്ര പേർ ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു തീരുമാനമെടുത്താട്ടെ, ഉറച്ച ഒരു തീരുമാനമെടുത്താട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകും. നിശ്ചയമായും നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. സഹോദര, നീ ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഒരു വിടുതൽ അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടു കൂടെ ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ചില നാളുകളായി നീ ഭാരപ്പെടുന്ന വിഷയമുണ്ട്. ചില നാളുകളായി ആരോട് പറയുവാൻ കഴിയാത്ത തരത്തിൽ നിന്നെ അലട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. നീറിപ്പുകയുന്ന ചില വിഷയങ്ങളുണ്ട്. രാത്രിയുടെ യാമത്തിൽ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കം വരാതെ ആരും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കുന്ന സഹോദരിയെ, കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ വിഷയത്തിന് മറുപടി തരാൻ പോകുക. വിശ്വാസത്തോടു കൂടെ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങ്. നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എസ്തേർ പറഞ്ഞു, ഉപവസിപ്പീൻ, ഉപവസിപ്പീൻ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. എസ്തേർ രാജധാനിയിലേക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. എസ്തേറിന് രാജാവിന്റെ മുൻപിൽ പ്രീതിയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന് രാജാവിന്റെ മുൻപിൽ പ്രീതിയുണ്ടായി. ദൈവ പൈതലെ, ആകയാൽ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവ പൈതലെ, മണവാട്ടി സഭയെ, ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യന്റെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ആ വ്യക്തിക്ക് ശുദ്ധീകരണത്തിനുള്ള വസ്തുക്കളെ കൊടുക്കും എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. 2-ാം അധ്യായത്തിന് 12 വരുമ്പോൾ, ഓരോ യുവതിക്കും 12 മാസം സ്ത്രീ ജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത ശേഷം 6 മാസം ഹല്ലേലൂയ സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം കഴിയും എന്ന് നമ്മളോട് വായിക്കുന്നു. ദൈവമക്കളെ, ഒരു കന്യക ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? മൂര് കൊണ്ടാണ്. മൂര് നമുക്കറിയാലോ. എന്നാൽ ദൈവമക്കളെ, മൂരിന്റെ 3 പ്രത്യേകതകൾ കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് മൂരിന്റെ തൈലം മുടിയും, അതായത് ത്വക്കും, അത് മനോഹരമാക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മാത്രമല്ല മൂര് മരുന്നാണ് കേട്ടോ. ഹല്ലേലൂയ. സുഗന്ധദ്രവ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ സുഗന്ധം ശ്വസിച്ചാൽ മാനസികതയ്ക്ക് മാറ്റമുണ്ടാകും, മനസ്സിനൊരു ഉന്മേഷം കൊടുക്കും എന്നാണ് പറയുവാൻ കഴിയുന്നത്. ആകയാൽ ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് ദൈവം അവനോട് കാണിക്കുന്ന കരുണ, അല്ലെങ്കിൽ ദൈവമക്കളെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ശുദ്ധീകരണ മേഖലയിലൂടെ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവ പൈതലെ, ഒരു കാര്യം പറയട്ടെ, ശുദ്ധീകരണമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്കറിയാം, സങ്കീർത്തനം 51 ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു,
ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേലിലെ മധുര ഗായകനായിരിക്കുന്ന ദാവീദ് രാജാവ് പാടുകയാ, അല്ലെങ്കിൽ പറയുകയാ, എന്റെ ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് നന്നായിട്ട് അറിയാം. എന്താണെന്നറിയാമോ? ലംഘനങ്ങൾ മായ്ക്കപ്പെടുന്നത് ദൈവത്തിന്റെ കരുണയുടെ ബഹുത്വമാണെന്നുള്ളത് ദാവീദിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ പടി ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചിട്ടുണ്ട്? കരുണയുള്ള ദൈവം മക്കൾ, കരുണ ലഭിച്ചവർ മാത്രം ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കണം ദൈവമക്കളെ. അത് ശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. ഒന്ന് യോഹന്നാൻ 1:7 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവപുത്രനായ യേശുവിന്റെ രക്തം, ആമേൻ, യേശുവിന്റെ രക്തം സകലരെയും എന്ത് ചെയ്യുന്നു? സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ശുദ്ധീകരണത്തിനായി യേശുവിനെ നമുക്ക് നൽകി. പ്രിയ ദൈവ പൈതലേ, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. എത്ര പേർ ഇന്ന് രാത്രിയുടെ വേളയിൽ, കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ അപ്പൻ കഴുകിയിരിക്കുന്നുവല്ലോ, ഒന്ന് മനസ്സാലെ ദൈവത്തോട് ഒന്ന് ചോദിച്ചാട്ട്, ഇരിക്കുന്ന ഇടത്തിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ചോദിച്ചാട്ട്, കർത്താവിന്റെ രക്തത്താൽ എന്നെ അങ്ങ് കഴുകപ്പെട്ടുവല്ലോ, ഞാൻ ഭാഗ്യവതിയാണ്. സഹോദര, ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്, ഞാൻ ഭാഗ്യവാനാണ്. കർത്താവിന്റെ രക്തം എന്റെ മേൽ പൂശപ്പെട്ടതിനാൽ ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ്. വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ പാപങ്ങൾ കഴുകപ്പെട്ട, നമുക്കറിയാം, എന്റെ പാപങ്ങൾ കഴുകപ്പെടുവാൻ, എന്റെ അകൃത്യങ്ങൾ മോചിക്കപ്പെടുവാൻ യേശുവിന്റെ രക്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്കായി കർത്താവ് നൽകി. ഹല്ലേലൂയ. ദൈവ പൈതലെ, വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാട്ട് ദൈവസന്നിധിയിൽ, എന്റെ ദൈവത്തിന് എന്നോട് പ്രീതിയുണ്ട്. ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും അവരുടെ വലതുകരത്തെ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ അപ്പൻ എന്നോട് പ്രീതിയുണ്ട്, എന്റെ കർത്താവിന് എന്നോട് പ്രീതിയുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ എന്നേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേനെ. എന്റെ അപ്പന്റെ കരുണയാ, എന്റെ അപ്പന്റെ ദയവാ, എന്റെ അപ്പന്റെ പ്രീതിയാണ് എന്നോടുള്ളത്. അതുകൊണ്ട് മാത്രമാ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കർത്താവിന്റെ ആ പൊന്നുമുഖത്തേക്ക് നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, അപ്പാ, അങ്ങനോട് കാണിച്ച പ്രീതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാ യേശു ക്രൂശിൽ, ഹല്ലേലൂയ, രക്തം ചൊരിഞ്ഞുവല്ലോ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് മാത്രമാണോ കരുണയെ നൽകി, അഭിഷേകത്തെ നൽകി? ഹല്ലേലൂയ. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമ്മെ മുന്നവേ, ഹല്ലേലൂയ, കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ് ദൈവമക്കളെ. ആകയാൽ പ്രിയരെ, എസ്തേറിന് ശുദ്ധീകരണത്തിനുള്ള വസ്തുക്കൾ കർത്താവ് അവിടെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കുഞ്ഞേ, കഷ്ടത നിന്നെ നശിപ്പിക്കുവാനല്ല, പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, കഷ്ടത എന്നെ നശിപ്പിക്കുവാനല്ല, പിന്നെയോ എന്റെ കർത്താവിലേക്ക് എന്നെ അടുപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത എന്റെ ജീവിതത്തിൽ വരുന്നത് കൊണ്ടാ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. കഷ്ടത എന്റെ ജീവിതത്തിൽ അടിക്കടി വരുന്നത് കൊണ്ടാ ഞാൻ ഉപവസിക്കുന്നത്. കഷ്ടത എന്റെ ജീവിതത്തിൽ വരുന്നത് കൊണ്ടാ എന്നെ തന്നെ ഞാൻ ശോധന ചെയ്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കഷ്ടത വരണമെന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടത വന്നേ, എനിക്ക് കഷ്ടത വന്നേ, ഞാൻ കഷ്ടതയുടെ നടുവിലായി പോയി എന്ന് പറഞ്ഞ് ആരും ദുഃഖിച്ച് തുടങ്ങരുത്. കഷ്ടത വന്നോ, നീ സന്തോഷത്തോടു കൂടി വചനം എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങ. എന്റെ അപ്പ, ഈ കഷ്ടത എന്നെ പണിയുവാനല്ലേ, ഞാൻ ദൈവത്തിലേക്ക് അടുക്കുവാനല്ലേ, ഞാനൊന്ന് പ്രാർത്ഥിക്കുവാനല്ലേ, ഞാൻ പാട്ടുപാടുവാനല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പഴയ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം പാട്ടിലൂടെ പാടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? 3-4 പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടത വന്നു ആഹാരമില്ലാതൊക്കെ ഇരുന്ന സന്ദർഭങ്ങളില്ലേ ദൈവമക്കളെ? അനേക ദൈവദാസന്മാർ മലകളും
കാടുകളും കുന്നുകളും ഒക്കെ കയറി ഇറങ്ങി ദൈവത്തിന്റെ വചനം ഘോഷിക്കുമ്പോൾ അവരുടെ വയറൊന്നും നിറഞ്ഞുകൊണ്ടല്ല എൻ്റെ സഹോദരങ്ങളെ. ഒരു നേരത്തെ ആഹാരം ലഭിച്ചും ലഭിക്കാതെയും ഒക്കെ ദൈവത്തിന്റെ വചനവുമായി കടന്നുപോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്കൊക്കെ ഇത്രമാത്രം സന്തോഷവും സമാധാനം ദൈവം തന്നിരിക്കുന്നതിന് കാരണമേ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മോട് കർത്താവിന് പ്രീതി തോന്നി. ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, അവൻ പറഞ്ഞാട്ട് ദൈവ പൈതലേ. ആകയാൽ നമ്മുടെ വിജയം, നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്ന തന്നെ കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കരുണയും കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന പ്രീതിയുമാണ്. ആ പ്രീതി ഇല്ലാതെ പോയാൽ സത്യമായിട്ട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ മുന്നേറുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ ദൈവം തരുന്ന ആയുസ് നാட்கள் അത് പ്രാർത്ഥിക്കണം, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് കഷ്ടത വരുന്നത് എന്ന് നാം അറിഞ്ഞുകൊള്ളണം. കഷ്ടത നിന്നെ സഹായിക്കും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ. നിന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് കഷ്ടതയാ. നിന്നെ വചനം വായിക്കുവാൻ പഠിപ്പിക്കുന്നത് കഷ്ടതയാ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, കഷ്ടത നമ്മളെ നശിപ്പിക്കുവാനല്ല, അതേ പ്രിയരെ പണിയുവാനാണ്. എല്ലാവരും ഇരിക്കുന്നിടത്ത് കണ്ണുകളടച്ചാടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടതായി ഈ വചനം അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും നന്മയും അനുഗ്രഹവുമായി തീരുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓരോ നിമിഷവും കർത്താവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഉറപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന വേളയിൽ വരവിൽ പ്രത്യാശയുള്ളവരായി തീരണം ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിൽ നിറച്ചാട്ടെ. ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരേപോലെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നിമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ കൂടെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. എനിക്കിങ്ങനെ സമയം സന്ദർഭത്തെ ഒരുക്കി തന്ന പ്രിയ സാജിവ്രതനോട് കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. എല്ലാ ദിവസവും രാവിലെ സമയം പ്രഭാതത്തിൽ കൃത്യം 5:45 റോസ് ഫാമിലി FB പേജിൽ എൻ്റെ തിരുവചന സന്ദേശം അല്ലെങ്കിൽ വചന സന്ദേശമുണ്ട്. നിങ്ങൾക്ക് അതിൽ കടന്നു വരാൻ താല്പര്യമുള്ളവർ, വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള നല്ല അവസരം കൂടിയാണ് എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുക. തിരുവചനം നിങ്ങൾക്ക് എന്നും വചനം കേൾക്കുവാനുള്ള നല്ല അവസരം നമ്മുടെ ശുശ്രൂഷകളിൽ ഉണ്ട് എന്നതും അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഏത് സമയമാണെന്നുള്ളത് ഞാനത് ബ്രദറിനെ അറിയിച്ചിരിക്കും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ദൈവമക്കളെ, ഒരുങ്ങി നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയുടെ വേളയിൽ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.